ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് ജയ്പൂരിൽ നിന്ന് ഇറങ്ങാണ്. നേരെ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 6:30 ഉണ്ടാവും. നേരെ ജയ്സൽമേർ. അപ്പോൾ ഇത് വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് സെറ്റാണ്. ഇത് കുട്ടൻ അമ്മിനി അച്ഛനമ്മ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി കാണാം. നമ്മളിത് ഇനിയിപ്പോൾ ജയ്സൽമേർക്ക് യാത്ര തുടങ്ങി. ഇവിടെ എന്താണ് അടിപൊളിയായിട്ട് മഴ പെയ്തുണ്ടായിട്ട് ഇന്നലെ ഇവിടെ മഴ പെയ്തു. അപ്പൊ ഇവിടെ ഫുള്ള് വെള്ളം കെട്ടി നിക്കണതാണ് കാണുന്നത്. നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കാം. അപ്പൊ അച്ഛൻ്റെ വണ്ടിയുടെ ഫോണ് എന്താ കംപ്ലൈന്റ് പറ്റും. അപ്പൊ ചെക്ക് ചെയ്യുന്നത് കുട്ടൻ്റെ എവിടെ ഒക്കെ ഉണ്ട്. ഹൈവേ ആണ് സംഭവം. അപ്പോൾ ചായ കുടിയായിരിക്കും. കാലത്താണ് നല്ല വിശപ്പ്. നോക്കിയിട്ട് വരാൻ പറ്റും. ഇതാണ് ചായ. ഒരു അടിപൊളി ചായ, ഒന്നും പറയാനില്ല. അച്ഛൻ്റെ ഇവിടെ വണ്ടിയുടെ ഫോൺ ഇവിടെ ചെക്ക് ചെയ്യേണ്ടി സംഭവം പോയി. അപ്പോൾ അതിൻ്റെ ഫ്യൂസ് നോക്കണം. കുട്ടൻ്റെ 2 VIPs VIPs. നമ്മളത് ഇപ്പോൾ കാലത്ത് 2ാമത്തെ ചായ ഇട്ടത്. പക്ഷേ ചായയും സമൂസയും കഴിക്കുന്നതിനകത്ത് നമ്മളെ സ്വീറ്റ്സ് ഒക്കെ മേടിക്കുന്നുണ്ട്. സ്വീറ്റാണ് അവിടുത്തെ. നല്ല മധുരമുള്ള സാധനമാണ്. കൊള്ളാം. അവിടുത്തെ പണിക്കാരാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരെ കണ്ടില്ല, അതേപോലെ അവിടുത്തെ പണിക്കാരത്. അങ്ങനെ നമ്മുടെ അപ്പുണ്ണി ഓടിച്ചോണ്ടിരിക്കുകയാണ്. സുനിയണ്ണ ക്ഷീണായി. ഭർത്താണ്ട് ഓടിക്കല്ലേ. ക്ഷീണമായി ക്ഷീണമില്ലാത്ത ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിക്കണം, ഡ്രൈവ് ചെയ്യണം, സാധനങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഗൈസ്, നമ്മളിത് ഇങ്ങനെ പോണ വഴിക്ക് നമ്മളൊരു ഫലൂദയുടെ ഷോപ്പിൽ എടുത്തപ്പോ അവിടെ ഫലൂദ പ്രിപ്പയർ ചെയ്യുന്നത് പശുക്കുട്ട. ഇതാണ് ഫലൂദ പുറത്തേക്കൊക്കെ ഇരുന്നിട്ട് കഴിക്കണേ. ഷാമിലിയാന്ന് പറയുന്നത്. അപ്പൊ ഗൈസ്, നമ്മള് ഫുഡ് കഴിക്കാൻ നിർത്തിക്കാണ് വരണ. ഫുഡ് കഴിക്കാൻ നിൽക്കാണ്. നമ്മളൊരു ബസ് സ്റ്റോപ്പിലാണ് നിർത്തിയ കേട്ടോ. ഗംഭീര ചൂടോടെ, രസിക്കാത്ത ചൂട്, അത്രയ്ക്കധികം ചൂടോടെ. ഇത് ഹരിമ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് 280 കിലോമീറ്റർ നമുക്ക് ജയ്സാൽമീറിലേക്ക്. അപ്പോൾ ഉച്ചയായി, ഭക്ഷണം കഴിക്കണം. രാവിലെ തുടങ്ങിയ ഡ്രൈവാണ്. വൈകുന്നേരം അവിടേക്ക് എത്തും. ഈ കാണുന്ന വീടൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ കല്ലിൻ്റെ വരും, മാർബിൾ സ്റ്റോൺ പോലത്തെ. അത് വെച്ചിട്ട് പണിത് നട്ടാ കാണുന്നതൊക്കെ. ഇതൊക്കെ അങ്ങനെ കുറെ മധുരമൊക്കെ ആയിട്ട് അവിടെ കണ്ടോ. ഈ കാലൊക്കെ ഉണ്ടോ, ഇതൊക്കെ സെയിം ആ കല്ലിൻ്റെ കേട്ടാ. ഈ കാണുന്ന വീടൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ കല്ലിൻ്റെ വരും, മാർബിൾ സ്റ്റോൺ പോലത്തെ. അത് വെച്ചിട്ട് പണിത് നട്ടാ കാണുന്നതൊക്കെ. ഇതൊക്കെ അങ്ങനെ കുറെ മധുരമൊക്കെ ആയിട്ട് അവിടെ കണ്ടോ. ഈ കാലൊക്കെ ഉണ്ടോ, സെയിം ആ കല്ലിൻ്റെ കേട്ടാ. അറ്റത്ത് കാണുന്നതാണ് പൊക്രാൻ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അവിടെയാണ് മറ്റേ അണു പരീക്ഷണം, ഇന്ത്യൻ ആർമി അണു പരീക്ഷണം നടത്തിയ സ്ഥലമാണത്. വിജയിച്ച സ്ഥലമാണ് ചെയ്തിട്ട്. കാണുന്ന സ്ഥലമാണ് കാണുന്നത്. സംഭവം മനസ്സിലായോ? ഇതാണ് ആട്. ഇതാണ് നമ്മുടെ രാജസ്ഥാനിലെ നമ്മൾ റോട്ടിലൂടെ പോകുമ്പോ കണ്ടതാട്ടായി ഒട്ടകങ്ങള്. കണ്ടോ എത്ര ഹൈറ്റ് ആണ്ടോ, 10 അടി ഹൈറ്റ്.
ഇതാണ് നമ്മുടെ ഇവിടുത്തെ വാറിന് വേണ്ടി യൂസ് ചെയ്ത ടാങ്കർ ആട്ടത്. ഇതാണ് വാർ മ്യൂസിയം, ജയ്സൽമീർ വാർ മ്യൂസിയം ആണിത്. നാളെ എന്തായാലും നമ്മളിവിടെ എൻ്റെ ഇപ്പൊ നാളെ ഇവിടുത്തെ വിശേഷങ്ങൾ അടിപൊളിയാവും, എല്ലാവരും കാണണം. ജയ്സൽമീർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഡേ 11 ഇവിടെ അവസാനിക്കാണ്. ഭയങ്കര ടയേർഡാണ്, ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 12 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ണൊക്കെ ചുവന്നിട്ട് ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ ഡേ 12 ആയിട്ട് നാളെ നമുക്ക് കുറച്ച് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്.